ഇടുക്കി ജില്ലയിൽ രണ്ടുപേർക്ക് സൂര്യാതപമേറ്റവും മുട്ടം പെരുമറ്റം സ്വദേശികൾക്കാണ് പൊള്ളേറ്റത്. ജെയിനസ് രാജു വിവരങ്ങളുമായുണ്ട്. ഒപ്പം അവരുടെ പ്രതികരണങ്ങളും ലഭ്യമാണ്. മുട്ടം പെരുമറ്റം സ്വദേശികൾക്കാണ് പൊള്ളലേറ്റത്. 7 മണിക്ക് പറമ്പിലിറങ്ങി 9 മണിയായപ്പോഴത്തേന് ശരീരം കൊണ്ട് വിശർത്ത് തലകറക്കം വന്നത്. തലകറക്കം കഴിഞ്ഞത് നോക്കിയപ്പോഴത്തേനും ദേഹം മുഴുവൻ പൊള്ളൽ പോലെ കുമളിക്കാൻ തുടങ്ങി. ചങ്കിനെ കൊണ്ട് വേദന വന്നപ്പോഴത്തേന് പയ്യെ കയറി വെള്ളം കുടിച്ചിരുന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ശരീരം മുഴുവൻ അങ്ങോട്ട് പുകച്ചിൽ തുടങ്ങി. ആ പുകച്ചിൽ മാറുന്നില്ല. പുകച്ചിലായിരുന്നു സഹിക്കാൻ വയ്യാത്തത്. ദേഹോർത്ത് 9 മണി മുതൽ ഞാനില്ല പറമ്പി പണിക്ക്. ജെയിനസ് രാജുണ്ട്. ജെയിൻ, പലയിടത്തും പലരും ഈ മറ്റു വഴിയില്ലാത്ത തൊഴിലെടുക്കുന്നുണ്ട്. പക്ഷേ ഇടുക്കി, വയനാട് ജില്ലകളിൽ വലിയ പ്രശ്നമില്ല എന്നതായിരുന്നല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇടുക്കിയിലും പലയിടത്തും ഇത്തരം സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടുക്കിയിൽ ഒരു 34 ഡിഗ്രി ഒക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നതെങ്കിൽ പോലും ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടിയ അളവിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ ഈ മുട്ടം പെരുമറ്റം എന്ന പറയുന്ന മേഖല ഹൈ റേഞ്ച് ഇടുക്കി ജില്ലയുടെ ലോ റേഞ്ച് പറയുന്ന മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. പൊതുവെ തൊടുപുഴയിലേക്ക് നല്ല ചൂടാണ് അനുഭവപ്പെടുന്നത്. ഒരുപക്ഷെ മറ്റ് എറണാകുളത്തൊക്കെ ഉള്ളതിന് സമാനമായ ചൂട് തൊടുപുഴയിലൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ കൃഷിപ്പണിക്ക് ഇറങ്ങിയപ്പോഴാണ് നാരായണന് ഇത്തരത്തിൽ സൂര്യാതപമേറ്റത്. അതോടൊപ്പം തന്നെ പെരുമറ്റം സ്വദേശിനിയായിട്ടുള്ള ആശ എന്ന വീട്ടമ്മയ്ക്കും ഇത്തരത്തിൽ സൂര്യാതപമേറ്റിട്ടുണ്ട്. അവര് തുണി അലക്കുന്നതിനും തുണി വിരിച്ചിടുന്നതിനും ഒക്കെ ആയിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. ആ സമയത്താണ് പൊള്ളലേറ്റത്. ഈ 2 പേർക്കും ശരീരത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. രതീഷ്.